അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമ്മുടെ തഹദ്ദുസുൽ ലുഗൽ അറബിയ അത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള വളരെ മുഖ്തസറായിട്ടുള്ള ഒരു ചർച്ച എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ അറബി ഭാഷ ക്ലാസ്സിൽ സംസാരിക്കുക എന്നുള്ളത് നമ്മളൊക്കെ ഗൈറുൻ നാത്തിഖീന ബിഹ, ആ ഭാഷയുടെ നമ്മുടെ ലുഗത്ത് ഉമ്മിന, നമ്മുടെ മദർ ടങ്ക് അല്ല എന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഡെയിലി റൂട്ടീൻ, നമ്മുടെ അദ്ദവാം അൽ യോമിയ, നമ്മുടെ ജീവിതത്തിൽ ഡെയിലി ലൈഫിൽ നമ്മൾ ഇതുമായുള്ള മുഹാദസകൾ, ഈ ഭാഷ ഉപയോഗിച്ചുകൊണ്ടുള്ള സംസാരങ്ങളും മുആമലത്ത് കുറവാണ് നമ്മൾക്ക്. അപ്പോൾ അതാണ് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത്. ഇപ്പോൾ ഗൾഫിലൊക്കെ ജോലി ചെയ്ത ആളുകൾക്ക് അറിയാം, അവിടെ അറബികളും മാത്രമുള്ള ഓഫീസുകളൊക്കെ നമ്മൾ ജോലി ചെയ്യുമ്പോൾ, ഇപ്പോൾ ഞാൻ സൗദി അറേബ്യയിലെ ജുബൈൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് HR എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് മസ്രികൾ, നമ്മൾ മിസ്രി എന്ന് പറയും, അവിടെ മസ്രി എന്ന് പറയാം, മിസ്രികളും പിന്നെ അതുപോലെ തന്നെ ജോർദാനികളും ഒക്കെ കൂടെ ഉണ്ടായിരുന്നത്, സുഡാനികളൊക്കെ. അപ്പോൾ അവർ സംസാരിക്കുന്ന, മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നല്ലോ, പല ലഹ്ജാത്തുകളാണ്, അല്ലെങ്കിൽ പല ഡയലക്ട്സുകളാണ് ഗൾഫ് രാജ്യങ്ങളും ഈ അറബ് രാജ്യങ്ങൾ, അറബ് സ്പീക്കിംഗ് കൺട്രീസിലുള്ളത്. അത് സത്യമാണത്. പക്ഷെ അവർ ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ, ഒന്നിച്ച് അവർ കൂടുമ്പോൾ അവരുടെ ഇടയിൽ ഒരു ഭാഷ രൂപപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കലും ഞാനിങ്ങനെ ഒരു പാകിസ്ഥാനിയാൻ തോന്നുന്നുണ്ട്, ഒരു ഹാദിഫല്ല, ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചപ്പോൾ നമ്മുടെ മാനേജർ അൽ മുദീറുൽ ആമ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് അവരോട്. അപ്പോൾ ഞാൻ ആ മക്തബിലുണ്ട്. ആ സമയത്ത് സലാമ എന്ന് ചോദിച്ചു, ഈ ആക്സിഡൻറ്റിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ സലാമ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഷുവൈ ജരിഹ് ഫി അമാനില്ല എന്നൊക്കെ പറഞ്ഞു അറബികൾ. അപ്പോൾ സലാമ എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നതാണ് അവിടെ മുദീർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഷുവൈ ജരിഹ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു പരിക്ക് അത്ര ഉദ്ദേശിച്ചുള്ളൂ, ഫി അമാനില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പം നമ്മൾ ഈ ഭാഷ എന്ന് പറയുന്നത്, ഇപ്പം നമ്മുടെ മലയാള ഭാഷ അങ്ങനെ തന്നെയല്ലേ, നമ്മൾ ഒരു പത്രഭാഷ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഫുസ്ഹ ഉണ്ടാവും. അതിൽ നിന്ന് കുറച്ചൊക്കെ ഒരു മാറ്റങ്ങൾ നമ്മുടെ മുഹാദസയിൽ ഉണ്ടാകും എന്നുള്ളത് ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ കുട്ടികളോട് ക്ലാസ് റൂമിനകത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ എങ്ങനെ സംസാരിക്കണം? അപ്പം നമ്മൾ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ക്ലാസ് റൂമിലേക്ക് കയറി വരുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ മലയാള ഭാഷ ഉപയോഗിക്കുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ മറ്റു മദർ ടങ്ക് ഉപയോഗിക്കുന്നത് പോലെ തന്നെ അവരോട് അറബിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഇതൊരു പെട്ടെന്നൊരു, ഇപ്പോൾ നമ്മൾ IME ചെയ്തിട്ടുള്ള ഈ കാര്യം വളരെ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു സംഗതിയാണ്. കാരണം കോളേജ് തലങ്ങളിൽ പോലും ലഭിക്കാത്തൊരു കാര്യം, ഒരു അറ്റംപ്റ്റാണ് അദ്ദേഹം ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ ക്ലാസ് റൂമുകളിൽ കുട്ടികളോട് അറബിയിൽ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ തിരിച്ച് അറബിയിൽ മറുപടി ലഭിക്കുന്ന രൂപത്തിലുള്ള ഒരു സ്പോക്കൺ അറബിക്ക്, അതാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മുടെ പാഠഭാഗം എടുക്കുമ്പോഴും മറ്റൊക്കെ നമുക്ക് അതിൻ്റെ ഷറഹും മറ്റൊക്കെ നമുക്ക് അതിൻ്റെ ബയാനൊക്കെ കൊടുക്കുമ്പോൾ അറബിയിൽ കൊടുക്കാം. അതോടൊപ്പം തന്നെ കുട്ടികളോടിപ്പോൾ നമ്മൾ ക്ലാസ്സിൽ കയറി അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി, അപ്പോൾ നമ്മൾ ഒരു കുട്ടി ഇങ്ങനെ വരുന്നു ക്ലാസ്സിലേക്ക്. അപ്പോൾ നമ്മൾ കുട്ടിയോട് മർഹബൻ ബിക്, നമ്മൾ ആ കുട്ടീനെ വെൽക്കം ചെയ്യണം, ലേറ്റായി വരുന്ന കുട്ടിയെ. അപ്പോൾ ആ കുട്ടി അഹ്ലൻ വസഹ്ലൻ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ സബാഹുൽ ഖൈർ പറഞ്ഞു, കുട്ടികൾ സബാഹുൽ നൂർ എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ നമ്മുടെ മലയാള ഭാഷ ഉപയോഗിക്കുന്നത് പോലെ തന്നെ കുട്ടികളുടെ മുമ്പിൽ ഈ അറബി ഭാഷ, ഇപ്പോൾ ഈ ഭാഷ എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, ഇത് നേരത്തെ സാറ് പറഞ്ഞതുപോലെ അത് നാവിലൂടെ അത് ഹൈവി ആവേണ്ടതാണ്. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന പദങ്ങൾ അത് അറബിയിൽ കൊണ്ടുവന്നിട്ട് മാക്സിമം കൊണ്ടുവരിക. അതോടൊപ്പം തന്നെ അത് കുട്ടികളുടെ നാവുകളിൽ ക്യാച്ച്. ഇപ്പോൾ ഞാനൊക്കെ സ്പോക്കൺ ഇംഗ്ലീഷിന് പോയിട്ടുണ്ടായിരുന്നു മുന്നേ. ആ സമയത്ത് സാറ് നമ്മളോട് പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങളൊന്നും യു ഡോണ്ട് റൈറ്റ് എനിത്തിങ്, ഒന്നും എഴുതി വെക്കാൻ പാടില്ല എന്നാണ്. യു ഹാവ് ടു ലിസൺ ഫസ്റ്റ് ആൻഡ് യു ഹാവ് ടു സ്പീക്ക് ഇംഗ്ലീഷ്. വാട്ട് എവർ യു വാണ്ട് ടു റൈറ്റ് യു ഹാവ് ടു ഗോ ടു യുവർ ഹോം ആൻഡ് റൈറ്റ് ഇറ്റ് ഡൗൺ. നിങ്ങൾ വീട്ടിൽ പോയി എഴുതിയാൽ മതി, ഇവിടെ നിന്നൊന്നും എഴുതാൻ പാടില്ല എന്നാണ്. അതായത് നമ്മൾ ഫുർസാലിൽ ഇസ്തിമാ, കേൾക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക. അപ്പോൾ ഫുർസാലിൽ മുഹാദസ, സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക. ഇപ്പോൾ നമ്മൾ കുട്ടികളോട് കൈഫുൽ ഹാൽ എന്ന് ചോദിച്ചു, അപ്പോൾ കുട്ടികളെല്ലാവരും പറയും സൈൻ അൽഹംദുലില്ലാ. അപ്പോൾ തമാം, തൊയ്യീബ്, സൈൻ, കൊയ്സ് എന്നൊക്കെ ചോദിച്ച് കുട്ടികളോട് നമ്മളതിൻ്റെ മുഫ്രദാത്തുകൾ ഇങ്ങനെ ഉപയോഗിക്കുക. ഇപ്പോൾ ഈ ഭാഷ എന്ന് പറയുന്നത് തന്നെ അത് ഒരു ലോട്ട്സ് ഓഫ് വേർഡ്സ് അല്ലെങ്കിൽ ലോട്ട്സ് ഓഫ് ഇഡിയംസ്, ഫ്രൈസസ്, ഇതാണ് ഒരു ഭാഷ എന്ന് പറയുന്നത്.
അതിൽ ഗ്രാമറ്റിക്കലായ കാര്യങ്ങളുണ്ടാവും, മറ്റൊക്കെ ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഫ്രൈസുകളും ഇബാറാത്തുകളും അതുപോലെ തന്നെ കെലിമാത്തുകളും മുഫ്രദാത്തുകളൊക്കെ ക്ലാസ് റൂമിൽ സജീവമായി ഉപയോഗിക്കുമ്പോഴാണ് കുട്ടികളുടെ മനസ്സുകളിലേക്ക് ഈ ഭാഷ കയറിക്കൂടുന്നത്. അത് അവരുടെ തെദ്ക്കിറയിൽ, അവരുടെ മെമ്മറിയിൽ ആ ഭാഷ ഫീഡ് ചെയ്യപ്പെടുന്നത് അങ്ങനെയാണ്. നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുക. സൈൻ, അൽഹംദുലില്ലാ, ത്വയ്യിബ്, തമാം, ബിഖൈറൻത ചോദിക്കുക. നമ്മൾ മദാ തനാവൽത്തുൽ ഫത്തൂർ കുട്ടിയോട് ചോദിക്കുക, എന്താണെന്ന് കഴിച്ചത്? ഖുബ്സ്, ദജാജ്, ഗനം, ലഹം, ഗനം, ഇങ്ങനെ ചോദിച്ച് നമ്മൾ എന്താക്കുക, ഇങ്ങനെ കുട്ടികളോട് ഈ ഭാഷ എങ്ങനെ ഉപയോഗിക്കുമ്പോൾ കുട്ടികൾ ഒരു തമാരീനാണ് സത്യത്തിൽ സഹോദരങ്ങളെ ഈ ഭാഷ എന്ന് പറയുന്നത്. നമ്മളൊരു എക്സസൈസ് പോലെ കുട്ടികളുടെ ജീവിതത്തിൽ നമ്മൾ എന്താക്കുക ഇട്ട് കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ക്ലാസ്സിൽ കയറി നമ്മൾ പറയണം അത്തമന്നാലക്ക് യൗം സഈദ്, ഹാപ്പി ഡേ, അത്തമന്നാലക്ക് യൗം സഈദ് എന്നൊക്കെ പറഞ്ഞ് കുട്ടികളോട് ഇങ്ങനെ നമ്മളിങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഈ ഭാഷ കുട്ടികൾക്ക് എത്തിക്കുകയാണ്. എന്ന് നമുക്ക് കുട്ടികളോട് പറഞ്ഞു കും ജമിയാൻ, കും, കുട്ടികൾക്ക് അറിയാം, അവരെല്ലാം എണീറ്റ് കും ജമിയാൻ, ശുക്രൻ ലക്കും എന്നൊക്കെ പറഞ്ഞത് എന്തൊക്കെയാ, ഇൻ അതിഫ് യമീൻ യസാർ, നമ്മൾ ആ കുട്ടികളോട് ടേൺ റൈറ്റ്, ടേൺ ലെഫ്റ്റ്, ഇർഫ യദക്, കൈപൊക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ ഭാഷ ഇങ്ങനെ ഉപയോഗിക്കുക. പിന്നെ നമുക്ക് എന്താക്കാം, ഇപ്പം ഞാനൊരു ഉദാഹരണങ്ങളോട് പറയാം. നമ്മൾ ഇസ്മുൻ, പേര് എന്ന ഒരു പദം ഉപയോഗിച്ച് മസ്മുക്ക ചോദിക്കും അല്ലേ. നമ്മൾ അത്രേ പോവുള്ളൂ. നമ്മുടെ ക്ലാസ് റൂമിലെ ഭാഷാ പഠനത്തിൽ അല്ലെങ്കിൽ ഹിവാറിൽ നമ്മൾ മസ്മുക്ക ചോദിച്ചു, അവിടെ നിർത്തി. നമുക്ക് ചോദിക്കാം മസ്മു അബീഖ്, മസ്മു ഉമ്മിഖ്, മസ്മു വാലിദിഖ്, മസ്മു വാലിദത്തിഖ്, മസ്മു അഖീഖ്, മസ്മു ഉഖ്തിഖ്, മസ്മു ജദ്ദിഖ്, മസ്മു ജദ്ദത്തിഖ് എന്നൊക്കെ ചോദിച്ച് ആ ഇസ്മ എന്ന പദം പോലും നമുക്ക് എന്താക്കുക വൈഡായിട്ട് കുട്ടികളുടെ മനസ്സിലേക്ക് നമുക്ക് മസ്മു മക്കാനിഖ്, മസ്മു മുഖാത്തഅത്തിഖ്, മസ്മു ബിലാദിഖ് എന്നൊക്കെ ചോദിച്ച് ഇസ്മ ഉപയോഗിച്ചു കൊണ്ടുള്ള ഒരു വലിയ ഇബാറാത്തുകൾ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കും. ഇസ്മ എന്നല്ല, ഏതൊരു പദമാണോ ആ പദം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുട്ടികളിലേക്ക് ഈ ഭാഷയെ എത്തിക്കുക എന്നുള്ളതാണ്. ഇത് യഥാർത്ഥത്തിൽ നമ്മൾ നേരിടുന്നൊരു വെല്ലുവിളി എന്ന് പറയുന്നത്, നമ്മുടെ കോളേജ് ലെവലിലൊന്നും നമ്മൾ വല്ലാണ്ട് ഈ സ്പോക്കൺ അറബിക്ക് ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ഇപ്പം അത് നമ്മുടെ മാത്രം പോരായ്മല്ല കേട്ടോ. അപ്പോൾ ഒരു MA ഇംഗ്ലീഷുകാരനോട് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴും ഒരു MA ഹിന്ദിക്കാരനോട് ഹിന്ദി സംസാരിക്കുമ്പോഴൊക്കെ പ്രയാസങ്ങളാണ്. ഞാനൊരു അഹങ്കാരം പറയല്ല, ഞാൻ ഗൾഫിൽ ഒരു 6-7 വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ കുറച്ച് ഹൈദരാബാദീസൊക്കെ റൂമിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പോകുന്ന സമയത്ത് ഒന്നും അറിയില്ല. കൈസാഹ ഹരിയത്ത് എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് അതൊന്നും മനസ്സിലാവാത്തൊരവസ്ഥയാണ്. നമ്മൾ ഹിന്ദിയിൽ കുറച്ച് വീക്കാണല്ലോ. പക്ഷേ ഞാൻ കുറച്ച് കാലം കൂടെ നിന്നപ്പോഴും എനിക്ക് ഹിന്ദി നന്നായിട്ട് പഠിഞ്ഞു. ഇപ്പം ഇന്ന് കുണിയ സ്കൂളിൽ കുറച്ച് കുട്ടികളുണ്ട്, അസം എന്നുള്ള ബംഗാളിൽ നിന്നുള്ള കുട്ടികളുണ്ട്. അപ്പോൾ ആ കുട്ടികളോട് സംസാരിക്കാൻ ടീച്ചേഴ്സ് എന്നെ വിളിക്കും, കുട്ടികളുടെ പേരൻസിനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അവിടെ ഹിന്ദി ടീച്ചറൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഹിന്ദി ടീച്ചർ അവർ PhD ഉള്ള ടീച്ചർ വരെ നമ്മളെ സ്കൂളിലുണ്ട്, ഡോക്ടറേറ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ അവർ സംസാരിക്കുന്നുണ്ടാകും, പക്ഷെ അവർക്ക് പോലും ഈ ലാംഗ്വേജ് എങ്ങനെ ഹൗ ടു സ്പീക്ക് ഫ്ലുവൻ്റ്ലി അല്ലെങ്കിൽ ഹൗ ടു സ്പീക്ക് ക്വിക്ക്ലി ആൻഡ് ഫാസ്റ്റ്ലി ഇമ്മീഡിയറ്റ്ലി, ഈ ഒരു വിഷയത്തിലാണ് എല്ലാവർക്കും ഒരു പ്രശ്നമുള്ളത്. അപ്പോൾ ടീച്ചേഴ്സിന് ഈ വിഷയത്തിൽ നേരിടുന്ന പ്രശ്നം, നമ്മുടെ ലൈഫിൽ നമ്മുടെ ജീവിതത്തിൽ ഈ ഭാഷ അങ്ങനെ സംസാരിച്ച് പഠിച്ചിട്ടില്ല. അപ്പോൾ ഗൾഫിലൊക്കെ പോയവർക്കാണ് കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നത് ഈ മുഹാദസ കുറച്ചുകൂടെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നത്. ഈ ലുഗ മൻതൂഖ കുറച്ചും കൂടെ കൈകാര്യം ചെയ്യാൻ എല്ലാത്തിനും പറ്റും. പക്ഷേ നമ്മൾ അവിടെ പോയി അത് നമ്മൾ പ്രാക്ടിക്കലാക്കിയുണ്ട്, പ്രാക്ടിക്കൽ ലൈഫിൽ നമ്മൾ കൊണ്ടുവന്നതുകൊണ്ട് നമുക്ക് എന്താക്കാൻ കഴിയും, കുറച്ചും കൂടെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അധ്യാപകരുടെ ആറ്റിറ്റ്യൂഡ് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കണം. അധ്യാപകരുടെ ആറ്റിറ്റ്യൂഡ് മാറ്റുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ്. നമ്മളിപ്പോൾ IME സാറ് പറയുകയാണ് ഒരു സ്പോക്കൺ അറബിക്കിൻ്റെ 1/2 മണിക്കൂർ ക്ലാസ്, നമുക്ക് 1/2 മണിക്കൂർ സമയം തന്നിട്ടുള്ളത്, ബാക്കിൽ തന്നിട്ടുള്ളത്. അപ്പോൾ സാറ് പറയുകയാണ് 1/2 മണിക്കൂർ സമയമുണ്ട് നിങ്ങൾ സ്പോക്കൺ അറബിക്കാണെന്ന്. നമ്മളെന്താണ് സംസാരിക്കേണ്ടത്? നമ്മൾ അവിടെ പോയിട്ട് ക്ലാസ് റൂമിൽ നമ്മൾ സംസാരിക്കുന്ന ഒരു മുഹാദസ ലുഗ മൻതൂഖ അത് തന്നെ നമുക്ക് എന്താക്കണം, ഈ അധ്യാപകരുടെ മുമ്പിൽ നമുക്ക് സംസാരിക്കാൻ കഴിയണം. അത് സംസാരിക്കുമ്പോൾ അതിനുള്ള ഒരു റിസൾട്ട്, അതിൻ്റെ ഫീഡ്ബാക്ക് അധ്യാപകരുടെ ഭാഗത്തു നിന്നും അതിന് കൃത്യമായിട്ട് മറുപടി ലഭിക്കണം എന്നുള്ളതാണ്. അതാണ് നമ്മൾ നേരത്തെ ചർച്ചയിൽ തന്നെ പറഞ്ഞത്, നമ്മുടെ ATC പോലും അറബി ലുഗ മൻതൂഖയാക്കിയിട്ട് ആ ദൗറയെ മാറ്റണം എന്ന് പറയാൻ കാരണം എന്താണ്, ഈ സഹോദരങ്ങളെ ഞാൻ നേരത്തെ പറഞ്ഞു ഫുർസാലിൽ ഇസ്തിമാ, ഫുർസാലിൽ മുഹാദസ, ഇതൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഒരു ഭാഷ നമുക്ക് സംസാരിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഇനി ഇംഗ്ലീഷ് ഭാഷ ആവട്ടെ, ഹിന്ദി ഭാഷ ആവട്ടെ, ഏത് ഭാഷയാണെങ്കിലും നമുക്ക് സംസാരിക്കണമെങ്കിൽ ഒന്നുകിൽ നമ്മുടെ മദർ ടങ് ആയിട്ട് ആ ഭാഷ ആവണം, അല്ലെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ബിന്നിസ്ബ ഇലൈന അല്ലുഗൽ അറബിയ ലുഗത്തുൻ അജ്നബിയ, ഒരു ഫോറിൻ ലാംഗ്വേജ് ആണ്. ഇപ്പോൾ ഗൾഫിലൊക്കെ ജോലി ചെയ്തവർക്ക് അറിയാം,
ഇപ്പോൾ തർജുമ നല്ല ഒരു സ്കോപ്പുള്ളൊരു ഫീൽഡാണ് ഈ ട്രാൻസ്ലേഷന്. പക്ഷേ അവിടെ വല്ല സുഡാനിയോ അല്ലെങ്കിൽ മസിലിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഓൾറെഡി അറബ് നാഷണൽസാണ് അവർ ജിൻസിയ അറബിക്കാണ്. അതുകൊണ്ട് അവർക്ക് ആ അറബി ഭാഷ എന്തല്ല അത്ര ടഫല്ല. അവർക്കത് ഓൾറെഡി അവരുടെ മനസ്സുകൾ ഇൻബോണായിട്ട് കിട്ടിയിട്ടുണ്ടത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലുഖാൽ അറബിയ വല്ലുഖാൽ ഇംഗ്ലീസിയ ലുഗത്തൈൻ അജ്നബിയത്തൈൻ, 2 ഫോറിൻ ലാംഗ്വേജുകളായതുകൊണ്ട് നമുക്ക് ആ ഭാഷ ഉപയോഗിക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാകും. പക്ഷെ നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ് റൂമുകളിൽ കുട്ടികൾ ഫ്രഷാണ് അല്ലേ, കുട്ടികൾ ശുദ്ധ പ്രകൃതിയുള്ള കുട്ടികൾ, അവരോട് നമ്മൾ പോയിട്ട് മർഹബൻ അഹ്ലം വസഹലൻ എന്നൊക്കെ പറയുമ്പോൾ കൃത്യമായ മറുപടി കുട്ടികളിൽ നിന്ന് ലഭിക്കും. നമ്മൾ കുട്ടികളോട് പറയും ഇഫ്തഹൽ കിതാബ് ഖുദിൽ കിതാബ് അയിന കിതാബുക് അൻത നസീദ് അൻത ഖുൽ കിതാബ് മാ ഇൻദ കിതാബ്, പുസ്തകം എടുത്തിട്ടില്ലേ, പുസ്തകം എടുക്കാൻ മറന്നുപോയോ എന്നൊക്കെ ചോദിക്കും. ഇത് നമ്മൾ പുസ്തകം എടുത്തിട്ട് അയിന വസൽന മാതാ ദറസ്ന അംസ് എന്നൊക്കെ ചോദിച്ച് നമ്മൾ ആ ഭാഷ അയ്യു വഹദ നദുറുസ് എന്നൊക്കെ ചോദിച്ച് നമ്മൾ ആ കുട്ടികളോട് ആ പല പദങ്ങൾ കുട്ടികളുടെ മനസ്സിൽ പിടിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഒരു 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 ഉസ്ലൂബ് കുട്ടികളുടെ മനസ്സിലുണ്ടാക്കുന്നു, ഒരു ലഹജ കുട്ടികളുടെ മനസ്സിലുണ്ടാക്കുന്നു. അങ്ങനെ നമ്മൾ പോവുകയാണ്. മാതാ ദറസ്ന അംസ് മാതാ ദറസ്ന ഖബ്ല അംസ് അയിന മുഹമ്മദ്, ഒരു കുട്ടി വന്നില്ല അയിന മുഹമ്മദ് ഹുവ മരീദ് എന്നൊക്കെ ചോദിച്ച് കുട്ടിയോട് നമ്മൾ ചോദിക്കുകയാണ് ആ കുട്ടി എവിടെ, മുഹമ്മദ് എവിടെ എന്നൊക്കെ ചോദിക്കുകയാണ്. പിന്നെ ഹൽ കതബ്ത് വാജിബാത്ത് അല്യവും ഹൽ കതബ്ത് വാജിബ് മൻസിലി, നീ നിൻ്റെ ഹോംവർക്ക് ചെയ്തോ, ലാ തതകല്ലം യാ വലദ് ലാ തതകല്ലമി യാ ബിൻത് ഉസ്കുത് യാ വലദ്. അങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ് ഭാഷ. അവിടെ നമ്മൾ കുട്ടികളോട് നമ്മൾ അവിടെ എന്താ പറയുക ടോക്കറ്റീവായിട്ട് മാറുകയാണ്. നമ്മൾ കുട്ടികളോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുക. നമ്മൾ ഈ ഭാഷ കുട്ടികളുടെ മനസ്സുകളിൽ ഈ ഭാഷ കിട്ടണം. കം ഉംറുക് അൻത സിത്ത കം ഉംറുക് സിത്ത സബ ഉംരി സബ മാഷാ അല്ലാഹ് എന്നൊക്കെ പറഞ്ഞ് കുട്ടികളോട് ഇങ്ങനെ നമ്മൾ വാഹിദ് മുതൽ അഷ്റ വരെ എപ്പോഴും ഉപയോഗിക്കണം. അൻത വാഹിദ് ഇസ്നാനി, കുട്ടികൾ വെറുതെ എണ്ണിക്കുക. വാഹിദ് ഇസ്നാനി സലാസ അർബ ഖംസ സിത്ത സബ തമാനിയ തിസ്അ അശ്റ 11 12 അങ്ങനെ കുട്ടികളോട് ഇങ്ങനെ എണ്ണിക്കുക. ഇന്ന് എണ്ണിച്ചത് യമീന്നാണെങ്കിൽ നാളെ യസാർന്ന് എണ്ണിക്കുക. ആ സംഖ്യ കുട്ടികൾക്കാണ് കിട്ടും. പിന്നെ ഓരോ ഡ്രസ്സുകൾ അതാ ഷുഫ് അതാ ഖമീസ് അഹ്മർ അഖ്ലർ തുഹിബ്ബ ഹദാ ലൗൻ എന്നൊക്കെ ചോദിച്ച് കുട്ടികളോട് ഈ ഭാഷ എങ്ങനെ കുട്ടികളുടെ മനസ്സിലെത്തിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വലിയ അറ്റംപ്റ്റാണ് സഹോദരങ്ങളിത്. ചെറിയ അറ്റംപ്റ്റ് ഒന്നുമല്ല, വലിയ അറ്റംപ്റ്റാണ് നമ്മൾ ചെയ്യേണ്ടത്. കുട്ടികളോട് ഇഫ്തഹൽ ബാബ് യാ കാമിൽ ഇഫ്തഹൽ ബാബ് സക്കർ അൽ ബാബ്, സക്കർന്ന് സൗദിയിലൊക്കെ ഉപയോഗിക്കും. ഉഖ്ഫുൽ അൽ ബാബ്, ഡോർ തുറക്ക്. ഇഫ്തഹ് നാഫിദ പ്ലീസ് ഓപ്പൺ ദ വിൻഡോസ്. ഇത് നമ്മൾ പറയാണ് കുട്ടികളോട്. ഫൗഖ് തഹ്ത് അയിന കിതാബി കിതാബുക്ക് ഫൗഖ് അത്താവില അല ത്താവില എന്നൊക്കെ പറഞ്ഞ് ഖൽഫ് ബിഹൈൻഡ് തഹ്ത ദാഖിൽ അയിന ഹുവ അയിന ഹാദ ദാഖിൽ സഫ് ഔ ഖാരിജഹ എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ ഭാഷ ഞാൻ എഴുതി വെച്ചിരുന്നു. ഫൗഖ തഹ്ത ദാഖിൽ ഖാരിജ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്താക്കുക കുട്ടികളിലേക്ക് ഈ ഭാഷ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് കുട്ടികളോട് ചോദ്യങ്ങൾ ചോദിക്കുക. അൻദി ഫിക്ര യാ തൊലബ അൻദി ഫിക്ര ഐ ഹാവ് എൻ ഐഡിയ, എൻ്റെ അടുത്തൊരു ഐഡിയ ഉണ്ട്. ഹൽ അൻദക് ഫിക്ര ഹൽ അൻദക് ജവാബ് മ യുജീബ് ലിഹാദ സുആൽ, ആരാണ് ചോദ്യത്തിന് ഉത്തരം പറയുക എന്നൊക്കെ പറഞ്ഞ് കുട്ടികളോട് എന്തൊക്കെ നമ്മുടെ ഈ പഠന പ്രവർത്തനങ്ങളിലേക്ക് വരുമ്പോൾ കൂടുതലായിട്ട് ഇതിലേക്ക് ഇറങ്ങിച്ചെന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു അധ്യാപകൻ എന്ന നിലയിൽ നമുക്ക് ചെയ്യാനുള്ളത്. അൻദി ഫിക്ര അൻദി ജവാബ് അൻദി സുആൽ. السؤال واضح السؤال واضح فهمت السؤال السؤال غير واضح السؤال غير واضح ما شاء الله الجواب واضح الجواب واضح يا ولد الجواب غير واضح هذا الجواب صحيح أنت صحيح أنت صحيح يا ولد الجواب خطأ هذا سؤال مهم يا ولد يا بنت هذا سؤال مهم എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്താക്കുക കുട്ടികളോട് ഇങ്ങനെ സംസാരിക്കുക. പിന്നെ നമുക്ക് തഖ്ദീറാത്തുകൾ, ഈ തഖ്ദീർ എന്ന് പറഞ്ഞാൽ അപ്രീസിയേഷൻ മിൻ ജാനിബിൽ മുദരിസ്, ഒരു അധ്യാപകൻ്റെ ഭാഗത്ത് നിന്ന് എപ്പോഴും
കുട്ടികളെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മൾ അഹ്സൻത യാ വലദ്, അഹ്സൻതി യാ ബിന്ത്, അഹ്സൻതി എന്ന് ഉപയോഗിക്കുന്ന അതേ സ്ഥലത്തിന് അഹ്സൻത, അഹ്സൻതി. കുട്ടികൾക്ക് മനസ്സിലാവണം. നമ്മൾ ഒരു ബോയിയോട് സംസാരിക്കുമ്പോൾ അഹ്സൻത എന്ന് പറയുന്നുണ്ട്, പെൺകുട്ടിയോട് പറയുമ്പോൾ അഹ്സൻതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ മനസ്സിലാക്കണം അവിടെ രണ്ട് മാറ്റങ്ങൾ വരുന്നുണ്ട്. അത് മുദക്കറിൽ വരുന്ന മാറ്റം കുട്ടികൾ മനസ്സിലാക്കും. ജയ്യിദ്, അൻത ജയ്യിദ്, സവൈത് ഹാദാ സവൈത്, മാഷാ അല്ലാ, ജയ്യിദ്, جيدا جدا يا ولد يا بنت، جيدا جدا، هذا واجبات المنزل جيدا جدا، تمام أنت، تمام، ممتاز يا طالب، ممتاز، دارس ممتاز، أنت طالب ممتاز. പിന്നെ നമ്മൾ കുട്ടികളോട് നമ്മുടെ പഠന സാമഗ്രികൾ, നമ്മളെന്താ പറയുക, അൽ മവാദ് അദ്ദിറാസിയ, അത് നമ്മൾ കുട്ടികളിലേക്ക് എത്തിക്കുക. അയിന അൽ ഖലം, ഷുഫ് ഇല സബൂറ, ഷുഫ് ഇല സബൂറ, ഷുഫ് ഇല കിതാബ്, റഖം സഫഹ, റഖം സഫഹ, പേജ് നമ്പർ, റഖം സഫഹ. അയിന മഹായ, അയിന മഹായ യാ വലദ്, ഖുദ് അൽ മഹായ. അയിന മിസ്തറുക, മിസ്തർ, അയിന മിസ്തറുക, أين مسطرة؟ مسطرة نورمال سكيل. خذ، هل عندك أوراق ملونة؟ لا، ما عندي يا، ما عندي. عندي بس أنا أونلي الأرض العربية بيجنا، عندي بس ورق أبيض بس. عندي بطاقات، عندي بطاقات، ما عندي بطاقات. عندي حاسوبة، ما كالكوليترنا حاسوبة. شوف، أين ملفك؟ أين ملفك؟ Where is your file? قلم رصاص، أين قلمك الرصاص؟ قلم رصاص، أين أنت؟ أين؟ عندي، هل عندك أقلام ملونة يا ولد؟ أقلام ملونة؟ هل عندكم دباسة؟ من فضلك دباسة؟ هل عندك دبوس؟ دبوس أنا بناندا. هل عندك غرة؟ هل عندك منقلة؟ പ്രൊട്രാക്ടർ എന്നാ പറയാം, മൻകല. ഇങ്ങനെ ഈ മവാദ് ദിറാസിയ. ഹൽ عندك മിബ്രാത്ത്, ഷാർപ്നർ, ഇബ്ർ ഉണ്ടല്ലോ, നമ്മളെ സൂചി എന്ന് പറഞ്ഞാൽ മിബ്രാത്ത്, സൂചി ആക്കുന്ന സാധനമാണ്. أين دفتر؟ أين دفترك يا ولد؟ أين طباشير؟ أين طبشورة؟ أين هذا؟ أين طبشورة؟ أين حقيبتك يا ولد يا بنت؟ أين حقيبتك؟ خذ الحقيبة، الكتاب داخل الحقيبة يا ولد. أين محايا؟ أين المقص؟ هل عندكم مقص؟ ساعتك هذا جيد جدا يا ولد. ഇങ്ങനെ മവാദ് ദിറാസിയാണെങ്കിലും പിന്നെ കളേഴ്സുകളാണെങ്കിലും നമ്പേഴ്സുകളാണെങ്കിലും നമ്മുടെ ഡെയിലി റുട്ടീനിൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളും അല്പാൽപമായി അറബി ഭാഷയിലേക്ക് കൊണ്ടുവരിക. നമ്മൾ ഡയറക്റ്റ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ഒരു മെത്തേഡ് ഉണ്ട്. ഡയറക്റ്റ് ഇംഗ്ലീഷ്, അതായത് വി ഹാവ് ടു സ്പീക്ക് ഇംഗ്ലീഷ് വിതൗട്ട് എനി ട്രാൻസ്ലേഷൻ. യു ഡോണ്ട് അബൌട്ട് ദ ട്രാൻസ്ലേഷൻ. ഐ ഹാവ് ടു ട്രാൻസ്ലേറ്റ് ഫ്രം മൈ മദർ ടങ് ടു ദ ഇംഗ്ലീഷ് ലാംഗ്വേജ്. നോ. علينا أن نتكلم، أن نحادث اللغة العربية مباشرا، لا تفكر عن الترجمة. ماذا ترجمة اللغة من لغة أمي إلى اللغة العربية؟ لا، عليك أن تتكلم مباشرا اللغة العربية مباشرة. وعليك فرصة أمامك، قدامك أولاد وبنات قدامك في داخل الصف. عليك أن تخطب وعليك أن تتكلم وعليك أن تصوت اللغة العربية، يعني صوت كبير والله، صوت مرتفع. പിന്നെ നമുക്ക് കുട്ടികളോട് അഅ്ലാമുൽ ജിസ്ം, ബോഡി പാർട്സുകളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഐൻ, റഅസ്, ഉദൻ, ലിസാൻ, യദ്, ഖദം, ഷഅർ, അൻഫ്, ഇസ്ബഅ, ദിജിൽ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാം. പിന്നെ നമുക്ക് അസുഖങ്ങളെ കുറിച്ചിട്ട് സ്വദാ, ഹുമ്മ എന്നൊക്കെ പറഞ്ഞ അസുഖങ്ങളെ കുറിച്ച്
ഇങ്ങനെ ഇത് നമ്മൾ എന്ത് വേണമെന്ന് വെച്ചാൽ നമ്മൾ ടീച്ചേഴ്സിനോട് പറയേണ്ടത് എന്തൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ ആ ഉപയോഗിക്കുന്ന പദങ്ങൾ അത് അറബി ഭാഷയിൽ അത് കണ്ടെത്താനും അത് ക്ലാസ് റൂമിൽ ഉപയോഗപ്പെടുത്തുവാനും നമ്മൾ എന്താക്കുക പറയാം. പിന്നെ LP തലത്തിലൊക്കെ പറയുമ്പോൾ കുറച്ച് കട്ടി കുറഞ്ഞ വാക്കുകളൊക്കെ ഉപയോഗിക്കേണ്ടി വരും. എന്നാലും എനിക്ക് തോന്നുന്നത് 1ാം ക്ലാസ് മുതൽ തന്നെ നല്ല കുഴപ്പമില്ലാത്ത ഭാഷ ഉപയോഗിക്കുകയാണെങ്കിൽ ആ 2ലും 3ലൊക്കെ ആകുമ്പോഴേക്ക് ആ കുട്ടികൾ നന്നായിട്ട് അത് കൈകാര്യം ചെയ്യാൻ പഠിക്കും. ഇതൊരു ഇൻഖിത്താ ഒരു ഡിസ്കണക്ഷൻ ഇല്ലാതെ അത് പോവുകയാണെങ്കിൽ ഒരു 10th ആകുമ്പോഴേക്ക് IME സാറിൻ്റെ അതുപോലെ നമ്മുടെയൊക്കെ ആഗ്രഹം സഫലമാകും. കാരണം ഈ ഭാഷ കുട്ടികളിലേക്ക് എത്തും, കുട്ടികൾ സംസാരിച്ചു തുടങ്ങും. അവർക്കും ഒരു അൽഫുർസാലി തഹദ്ദുസ് സംസാരിക്കാനുള്ള ഒരു സ്പേസും ഒരു ഓപ്പർച്യൂണിറ്റിയും കുട്ടികൾക്ക് ഉണ്ടാവും. അങ്ങനെ സംസാരിക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മളൊക്കെ ഉള്ളൊരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഗൾഫിലൊക്കെ ജീവിച്ചതുകൊണ്ടാണ്. അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാനൊന്നും ഇപ്പോൾ ഈ ദൗറയിലേക്ക് വരില്ല. അവിടെ പോയി അറബികളോട് ഇടപെട്ടുകൊണ്ട് യാ സമീർ കൈഫ ഹാൽ കൈഫ ആയില കൈഫ സൗജ കൈഫ ബനാത് കൈഫ ബച്ച എന്നൊക്കെ പറയും അറബികൾ കുട്ടികളെ പറ്റി. ഇത്തസൽ ബിസൗജ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മളെന്താക്കും, നമ്മളവരോട് അതേപോലെ മറുപടി പറഞ്ഞൊരു മാഷാ അല്ലാഹ് ഒരു 6 വർഷങ്ങൾക്ക് ജോലി ചെയ്തുകൊണ്ടാണ് നമുക്ക് എന്തായത് നമ്മുടെ നാവുകളിലേക്ക് ഈ ഭാഷ ബിദൂനി ഖൗഫ് ഒരു പേടിയില്ലാതെ അലൈന അന്നത്തേക്കെല്ലാം നമുക്ക് സംസാരിക്കുന്നതിനുള്ള ഒരു കഴിവും അല്ലെങ്കിൽ കുറച്ചൊക്കെ ഒരു തിരിച്ചു പറയാനുള്ള ഒരു ഇതൊക്കെ നമുക്ക് സാധിച്ചത് നമ്മൾ ഗൾഫിൽ ജീവിച്ചതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ അധ്യാപകർ ഇപ്പോൾ ഗൾഫിൽ പോകണമെന്നും പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ എന്താക്കണം, കുട്ടികളുമായിട്ട് സംസാരിക്കാനുള്ള ഒരു മജാൽ അൽ മജാൽ വൽ മിൻതഖ ലിത്തക്കല്ലും വത്തഹദ്ദുസ്. ശുക്രൻ ജസാക്കല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.